Good morning, dear students. Today we are discussing about the second chapter, World in the 20th Century. 20th സെഞ്ച്വറിയിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയായിരുന്നു ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേൾഡിന് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ്. മെയിൻലി ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ വേൾഡ് വാർസ്. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. എന്താണ് ഈ വേൾഡ് വാർ ഉണ്ടാവാനുള്ള കാരണം? എന്തായിരിക്കും അല്ലേ? വേൾഡ് വാർ എന്ന് പറയുമ്പോൾ എല്ലാ കൺട്രീസും ഉൾപ്പെട്ടിട്ടുണ്ടോ? There may be lots of questions like this in your mind, is it? So we will find an answer for all these things by studying this chapter. Dear students, mainly the reason for the First World War was capitalism, imperialism and colonization. Okay, what is mean by these all terms? That we will see that. You all know, you all studied about the Industrial Revolution which was began in 18th century. അല്ലേ? നിങ്ങളൊക്കെ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? എല്ലാവർക്കും അറിയാം അല്ലേ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് വരുന്നതാണ്. ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ലേബർ അവിടെ കുറവാണ്. ഹ്യൂമൻ ലേബറിന് പകരം അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്? മെഷീൻസാണ്, ഇൻഡസ്ട്രീസാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ കൂടും. മെഷീൻസ് യൂസ് ചെയ്തുണ്ടാക്കുന്നതിന് അവിടെ പ്രൊഡക്ഷൻ കൂടും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡസ്ട്രീസ്. സോ ദാറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കം അപ്പ്. ഓക്കെ, ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം. Okay, so the economic system in which production and distribution are controlled by the capitalist with the aim to increase profit is known as capitalism. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് മെയിൻ അവരുടെ എയിം എന്ന് പറയുന്നത് ഇൻക്രീസ് പ്രോഫിറ്റാണ്, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തും കൊണ്ട് അവർ കൺട്രോൾ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രൊഡക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ആ ഇക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അവിടെ പ്രൊഡക്ഷൻ കൂടുതലായി. പ്രൊഡക്ഷൻ കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതൊക്കെ വിറ്റയക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് വേണം. സോ ദാറ്റ് നെക്സ്റ്റ് എയിം വാസ് ദയർ കോളനീസ്. ഓക്കെ, അവർ യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ എന്താണ് കോമ്പറ്റീഷനായി. ഓക്കെ, അവർ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നേഷൻസിനെ എന്ത് ചെയ്തു? അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അവരുടെ കൺട്രോൾഡ്, അവരുടെ ഡോമിനൻസിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ദാറ്റ് ഈസ് കോൾഡ് ആസ്, ദാറ്റ് ഈസ് എക്കണോമിക്കലി, പൊളിറ്റിക്കലി, മിലിറ്ററി പവർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ യൂസ് ചെയ്തിട്ടോ ദേ ട്രൈ ടു ബ്രിങ് ഇറ്റ് അണ്ടർ ദെയർ കൺട്രോൾ ആൻഡ് എക്സ്പ്ലോയിറ്റ് ദീസ് നേഷൻസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എ കോളനൈസേഷൻ. അപ്പോൾ അവരെന്ത് ചെയ്തു? കോളനീസിലേക്ക് അവരുടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഏറ്റവും വലിയ വിലയിൽ വിറ്റയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുകയായിരുന്നു കോളനി സ്ഥാപിക്കുന്നതിലൂടെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. നൗ യു ക്യാൻ സീ ദാറ്റ് നെക്സ്റ്റ് ടേം that is called as imperialism. What is mean by imperialism? ഓക്കെ, സോ കോളനീസിൽ അവർ പ്രോഫിറ്റ് മാത്രമേ ആയിരുന്നു ആ സമയത്ത് അവർ കണ്ടിരുന്നത്. നൗ ആൻഡ് വൈ, വാട്ട് ഈസ് ദ ഫാക്ടേഴ്സ് ഇൻഡ്യൂസ് ദം ടു ഡു സോ? ഇൻവെസ്റ്റ് ദ മണി. അവർ കോളനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? അവർക്ക് ചീപ്പ് ലേബറിന് കിട്ടുമായിരുന്നു, അവർക്ക് റോ മെറ്റീരിയൽസ് ചീപ്പായിട്ട് കിട്ടുമായിരുന്നു. ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് കോളനീസ്. കോളനീസിൽ അവർക്ക് ഉണ്ടാക്കാനും അതേപോലെ തന്നെ സെൽ ചെയ്യാനും വിറ്റയക്കാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? മുഴുവൻ കൺട്രോളും അവരുടെ കീഴിലാക്കി. ഓക്കെ, ഈ കോളനീസ് അവരുടെ ആ കൺട്രിയുടെ മുഴുവൻ കൺട്രോളും അവരുടെ അധീനതയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പീരിയലിസം. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് എ ഫ്ലോ ഓഫ് ഫൈനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. So imposing a nation's political, economic and cultural dominance to other nation is the fundamental feature of imperialism. അപ്പോൾ എന്താണ്? പൊളിറ്റിക്കലും എക്കണോമിക്കലും കൾച്ചറലും അവരെ അണ്ടറിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റത്തെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതേസമയം കോളനൈസേഷൻ, ദേ ആർ ഓൺലി ഫോക്കസിങ് ഓൺ ദെയർ പ്രോഫിറ്റ് ആൻഡ് ദേ ഫോർ സെല്ലിംഗ് ഓഫ് ദെയർ പ്രോഡക്ട്സ്.
അപ്പം അതിൻ്റെ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ഉയർന്നിട്ടാണ് വരുന്നത് ഇമ്പീരിയലിസം. ദാറ്റ് ഈസ് പൊളിറ്റിക്കലി, ഇക്കണോമിക്കലി ആൻഡ് കൾച്ചറലി ദേ ആർ ടേക്കിംഗ് ദ ഡോമിനേഷൻ ഓഫ് ദ അതർ നേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ്. അതുകൊണ്ട് എന്തൊക്കെയാണ് എഫക്റ്റ് ഉണ്ടായത്? ഹൗ ഡിഡ് ഇമ്പീരിയലിസം എഫക്റ്റ് ദ കോളനീസ്? First point, traditional economic system of the colonies was destroyed. ഓക്കെ, ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്തു. കോളനീസിന് അതിൻ്റേതായിട്ടുള്ള ട്രഡീഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ഇവർ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ഡിസ്ട്രോയ് ചെയ്തു. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വാസ് റീപ്ലേസ്ഡ്. അവിടെ ഉണ്ടായിരുന്ന ഭരണഘടനാപരമായിട്ടുള്ളതും അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മാറ്റി എഴുതി. പീപ്പിൾ ഇൻ കോളനീസ് വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് കാഷ് ക്രോപ്സ് ഇൻ ല്യൂ ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. കാഷ് ക്രോപ്സ് അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് കാഷ് ക്രോപ്സാണ് കൾട്ടിവേറ്റ് ചെയ്തത്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫുഡ്, റൈസ്, വീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ടീ, കോഫി, അങ്ങനെയുള്ള അവർക്ക് വിറ്റഴിക്കേണ്ട കാര്യങ്ങൾ, അതാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതർ. പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. പോവേർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൂടി വന്നു. നാച്ചുറൽ റിസോഴ്സസ് വേർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ് എന്തായി? മുഴുവൻ ചൂഷണം ചെയ്തു. ദേ ആർ നോട്ട് അറ്റ് ഓൾ കെയർ അബൌട്ട് ദ നാച്ചുറൽ റിസോഴ്സസ്. അവർ ഒന്നിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല. ദെൻ ഇൻഡിജീനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ്. അവരുടേതായിട്ട് ആ കൺട്രിക്ക് അവരുടേതായിട്ടുള്ള ആർട്ട് സിസ്റ്റം ഉണ്ട്, ആർട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്. ഓക്കെ, അവരുടെ സാഹിത്യങ്ങൾ, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അവരുടെ വിദ്യാഭ്യാസ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഓക്കെ, ഇതൊക്കെ അവർ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു നോ ദാറ്റ് ബ്രിട്ടൻ മേക്കസ് ദ കോളനീസ്. ബ്രിട്ടൻ എന്തായി? ഇന്ത്യയെ കോളനി ആക്കിയിട്ടപ്പം നമുക്കുണ്ടായിരുന്നത് ഒരു ഗുരുകുല വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു. അത് വെസ്റ്റേൺ എഡ്യൂക്കേഷനിലേക്ക് പാടെ മാറിപ്പോകുന്നത് അവർ കൊണ്ടുവന്നത്, ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ചേഞ്ചാണ്. ഓക്കെ, സോ ദാറ്റ് ടൈപ്പ് ഓഫ് സോ മെനി destruction was happened because of the imperialism. Because of imperialism, that was affected the colonies very badly. Now we can, next video we will see that what all are the reasons for the First World War. ഈ കാരണങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ലോക മഹായുദ്ധത്തിന് കാരണമാക്കുന്നത്? That we will see in the next class. Okay.